ബസ്സിലിരിക്കുമ്പോഴും അവളുടെ ചിന്ത പണ്ടത്തെ ആ ഒരു പ്രണയത്തെക്കുറിച്ചായിരുന്നു. രമ്യ പലതും ആലോചിച്ചു. പണ്ട് 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം മനോജ് രമ്യയോട് ആദ്യമായി ഇഷ്ടം പറഞ്ഞു. രമ്യയ്ക്ക് അന്ന് അതൊരു ഷോക്കായിരുന്നു, പേടിയുമായിരുന്നു. അവൾ തിരിച്ച് റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം 10 ദിവസം വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ അവളോട് ചോദിച്ചു, 10 ദിവസം ഞാൻ ആലോചിക്കാൻ സമയം തന്നു, ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അവളൊന്നും മിണ്ടിയില്ല. അവൾക്ക് എസ് എന്നോ നോ എന്നോ പറയാൻ അറിയില്ലായിരുന്നു. അന്നത്തെ ആ പ്രായം അങ്ങനെയായിരുന്നു. കൂട്ടുകാരികൾ പ്രോത്സാഹിപ്പിച്ചു. ഓ, നീ പറയടി, നിനക്കെന്താ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെയല്ലേ പ്രണയിക്കാൻ പറ്റുകയുള്ളൂ. അവൾ രണ്ടും കൽപ്പിച്ച് എസ് എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് പ്രണയത്തിൻ്റെ ദിനങ്ങളായിരുന്നു. രണ്ടുപേരും നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. രമ്യയ്ക്ക് മനോജ് സമ്മാനങ്ങളൊക്കെ നൽകുമായിരുന്നു. പിറന്നാളിന് ആരും അറിയാതെ കേക്ക് മുറിച്ചതും ക്ലാസ് കട്ട് ചെയ്ത് ബീച്ചിൽ പോയതും ഒക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ബീച്ചിൽ ചെന്നിരുന്നതും ഈ നട്ടുച്ചയ്ക്ക് എന്തിന് ബീച്ചിലിരിക്കുന്നതെന്ന് ആൾക്കാർ ചോദിച്ചതും ഒക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ ഈ പ്രണയം വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് തനിക്ക് മനോജിനെ നഷ്ടമായി. മനോജ് ആൾ പാവമായിരുന്നു. പാവമെന്ന് പറഞ്ഞാൽ വെറും പാവം. പക്ഷേ മനോജിന് ജോലിയില്ലാത്തതിൻ്റെ പേരിലാണ് അച്ഛനും അമ്മയും ആ വിവാഹം വേണ്ടെന്ന് വെച്ചത്. മാത്രമല്ല വ്യത്യസ്ത മതക്കാരായിരുന്നു. അതും എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ ആലോചിച്ചു, ഒരുപക്ഷെ വീട്ടുകാർ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ മനോജിൻ്റെ ഭാര്യയായി മാറിയേനെ. അവളൊന്ന് നെടുവീർപ്പിട്ടു. എന്തിനു വീണ്ടും ആ മുഖത്തെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്നു? ഒരിക്കൽ പോലും ഞാൻ കാണാൻ ആഗ്രഹിച്ച മുഖമല്ല. അവൻ തന്നെ കണ്ടുവെന്ന് രമ്യയ്ക്ക് മനസ്സിലായി. പക്ഷേ അവൾ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ കുനിഞ്ഞു നിന്നു. വീണ്ടും പുതുക്കാൻ അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു. കാരണം താനിപ്പോൾ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത്. വീണ്ടും കണ്ടുമുട്ടിയിട്ട് അദ്ദേഹം ചിലപ്പോൾ വേറൊരു വിവാഹം കഴിച്ചിരിക്കാം. തനിക്ക് ഭർത്താവും കുഞ്ഞുമുണ്ട്. പിന്നെ എന്തിനു ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണം എന്നവൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുവെങ്കിലും വീണ്ടും ആ ഓർമ്മകളിലൂടെ അവൾ കടന്നുപോയി. വൈകുന്നേരം രവി വന്നു. അവളുടെ മുഖത്ത് എന്തോ ടെൻഷൻ ഉണ്ടെന്നവന് തോന്നി. എന്തു പറ്റി? വന്നപ്പോഴുള്ള കളിയും ചിരിയൊന്നും ഇപ്പോൾ കാണാനില്ലല്ലേ? അമ്മ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല രവിയേട്ടാ, പഠിക്കാനൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ അവൾ പറഞ്ഞൊഴിഞ്ഞു. അതിനുശേഷം രവിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു. കുഞ്ഞിനെയും എടുത്ത് രമ്യയും കൂടി സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. കുറച്ചു നേരം കളിയും ചിരിയൊക്കെയായി. രവിയേട്ടന് തൻ്റെ ഈ പ്രണയത്തെക്കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞ് വെറുതെ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് അവളത് പറഞ്ഞില്ല. എന്തുകൊണ്ടോ പിറ്റേന്ന് കോളേജിൽ പോകാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു. ഒരുപക്ഷെ തന്നെ ആ ബസ് സ്റ്റോപ്പിൽ കണ്ടതുകൊണ്ട് മനോജ് വീണ്ടും തന്നെ കാണാൻ വന്നെങ്കിലോ? എന്തിനാണ് താൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് അവൾ വിചാരിച്ചു. തൻ്റെ ഭർത്താവും തൻ്റെ കുഞ്ഞും തന്നെ സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും ഇവരെല്ലാം തനിക്ക് ചുറ്റുമുണ്ട്. പിന്നും ആ പഴയ ആ മുഖത്തെ താൻ എന്തിനു വീണ്ടും ആഗ്രഹിക്കുന്നുവെന്ന് അവൾ തന്നെ അവളോട് ചോദിച്ചു. അറിയില്ല, ഒരുപക്ഷേ എല്ലാം വിധിയുടെ വിളയാട്ടമായിരിക്കാം. അങ്ങനെ പിറ്റേന്ന് അവൾ കോളേജിലേക്ക് പോകാൻ ധൃതി കൂട്ടി. അങ്ങനെ കോളേജിലിരിക്കുമ്പോഴും അവളുടെ ചിന്ത മുഴുവൻ മനോജിലേക്കായിരുന്നു. ഇന്നും മനോജിനെ കാണാൻ പറ്റുമോ എന്നവൾ ആലോചിച്ചു. അങ്ങനെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ബസ് സ്റ്റോപ്പിലേക്ക് വന്നതും മനോജ് ബസ് സ്റ്റോപ്പിൽ തന്നെയുണ്ട്. ഇന്നലെ ബൈക്കിൽ പോയതാണെങ്കിൽ ഇന്ന് തൻ്റെ ബസ് സ്റ്റോപ്പിൽ മനോജ് നിൽക്കുന്നു. അതേ സമയത്ത് അവളുടെ മുഖത്തേക്ക് മനോജ് നോക്കി. അവൾ ആ നോട്ടം താങ്ങാനാവാതെ മുഖം കുനിച്ചു. നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? മനോജ് ചോദിച്ചു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. എന്താണ് ചെറുക്കന് ജോലി? അത് കാരണം രവിയേട്ടനെ അവനറിയാം. നാണക്കേടല്ലേ? ചേച്ചിയുടെ ഭർത്താവിനെ താൻ കല്യാണം കഴിച്ചു എന്നറിഞ്ഞാൽ. അത് ഓഫീസിലാണ്. എന്താണ് പേര്? പേരവൾ മാറ്റി പറഞ്ഞു. സന്തോഷം. സുഖജീവിതമാണോ? ആ. മനോജ് എന്ത് ചെയ്യുന്നു? എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ വിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകാൻ
പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മനോജ് പറഞ്ഞു. ആ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫും കുട്ടികളൊക്കെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. താൻ കാരണമാണോ അവൻ കല്യാണം കഴിക്കാതെ? അവൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം താനാണോ എന്നുള്ള ചിന്ത അവളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. നിനക്ക് സുഖമാണല്ലോ. ഇന്നലെ നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അന്നേരം എനിക്ക് ബൈക്ക് നിർത്താൻ പറ്റിയില്ല. ഇന്ന് ആ സമയത്ത് നീ കാണുമെന്നറിയാവുന്നതുകൊണ്ടാണ് നേരത്തെ വന്ന് നിന്നത്. നിൻ്റെ ഫോൺ നമ്പർ മാറിയോ? അതെ. ഇപ്പോഴത്തെ ഫോൺ നമ്പർ വിരോധമില്ലെങ്കിൽ തരാമോ? അവൻ ചോദിച്ചു. അവൾ അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തെങ്കിൽ അവൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു. മനോജ് എങ്ങനെ വിളിക്കുമ്പോൾ രവിയേട്ടൻ വല്ലതും വിചാരിക്കുമെന്നതായിരുന്നു അവളുടെ ടെൻഷൻ. അങ്ങനെ ഫോൺ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് നേരം സംസാരിച്ചു. അവൻ ചായ കുടിക്കാൻ വിളിച്ചെങ്കിലും അവൾ പോയില്ല. അവൻ ബൈക്ക് കയറിപ്പോയി. അവൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവാൻ പോയി. അവൾ ഇപ്പോൾ പഴയ ആളല്ല. മനോജിനെ കണ്ടതിന് ശേഷം മൊത്തത്തിൽ ഡൗൺ ആണ്. രവിക്കും തോന്നിയിട്ടുണ്ട്, അമ്മയ്ക്കും തോന്നിയിട്ടുണ്ട്. കോളേജിൽ പോയതിന് ശേഷം അവൾക്ക് എന്തായി മാറ്റമെന്ന്. രവി വിചാരിച്ചു പഠിക്കാൻ കുറേ ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന്. അമ്മയ്ക്കും തോന്നി. പക്ഷേ അതൊന്നുമല്ല കാര്യമെന്ന് അവൾക്കല്ലേ അറിയൂ. അങ്ങനെ മനോജിൻ്റെ കോള് രമ്യയുടെ ഫോണിൽ വരുന്നു. രവി ആ സമയം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇവിടം വരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.